ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്തിട്ടില്ല കേട്ടോ, 5:45 കേട്ടോ. എനിക്കൊരു സാരി ഉടുപ്പിക്കലുണ്ട്, സാരി ഡ്രാപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ വന്നിട്ടാണ് ബാക്കി പണികളൊക്കെ. ഇന്ന് കടയ്ക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം, പതിവ് പോലെ ആസ് യൂഷ്വൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണട്ടാ തുടങ്ങാൻ. അപ്പം ഞാൻ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ 6 മണിക്ക് പോയി കഴിഞ്ഞ് 7 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. സാരി ഉടുക്കില്ല മാത്രമല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ പോയിട്ട് വരാട്ടെ ഫ്രണ്ട്സ്. നായക്കളേനെയാണ് പേടി. നായക്കൾ നേരം വെളുക്കുമോ നോക്കിയിട്ട് നിൽക്കുക ഞാൻ. നായക്കൾ ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ കുറച്ച് വരും, അതാണ് പേടി. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അത്രയും നേരം വെളുക്കണ്ടെങ്കിൽ വെളുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പോയിട്ട് വരാട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചെത്തിയിട്ടാ. നമ്മുടെ സാരി ഡ്രാപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. 2 സാരി ഉണ്ടായിരുന്നു. അവർ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ് കോഡായിരുന്നു, നീല സാരി. അതാണ് കേട്ടോ. ഒന്ന് വന്നിട്ട് മരുവുള്ള സാരി വന്നിട്ട് മറ്റേ സെറ്റായിരുന്നു, റെഡി ടു വെയർ ഇല്ലേ, ആ സാരി ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ പെട്ടെന്ന് ഈസിയായി. അത് ഒന്നുണ്ട്, അവർക്ക് ഹൈറ്റൊക്കെ ഉള്ളവരുടെ ഒരു പാകത്തിനെ തോന്നുന്നു സെറ്റ് ചെയ്ത് കൊടുക്കണത്. അവർ സാരി വാങ്ങിച്ചു കൊടുക്കുന്നത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്, മറ്റേ ഓൺലൈനായിട്ടൊന്നും എടുത്തതല്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ കുട്ടിയാണെങ്കിൽ തീരെ തടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ചുള്ളി നമ്മൾ അടിയിൽ എടുക്കേണ്ടി വന്നു, എക്സ്ട്രാ. അവരെടുത്തതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ചുള്ളി എടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് സാധാരണ നമ്മൾ കൊടുക്കണ മാതിരി തന്നെ. അപ്പോൾ കഴിഞ്ഞ് വന്നിട്ടാ. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്ക്. ഇന്നാണെങ്കിൽ ചായക്ക് ദോശയും ലേറ്റ് ഇട്ടോ, അല്ലെങ്കിൽ ആകെ ഇരുട്ടോ. ദോശയും ചമ്മന്തിയൊക്കെയാണ് കേട്ടാ. ദോശ ചമ്മന്തിക്ക് നാളികേരൊക്കെ ഞാൻ അവിടെ ചിരകി. അച്ഛൻ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, ചിരകി വെച്ചിട്ടാണ് പോയിണ്ടായിരുന്നത്. അരച്ചില്ല, വന്നിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. 7 മണിയാകുമ്പോൾ എത്തുന്നു വിചാരിച്ചിട്ടുണ്ട് ഞാൻ പോയിണ്ടായിരുന്നത്. അപ്പം ഇന്നലെ കുറേ ആൾക്കാർ, ഇന്നലെ മിനിഞ്ഞാന്ന് കുറേ ആൾക്കാർ നാട്ടിൽ കൊടുക്കായിരുന്നു, റിപ്പബ്ലിക് ഡേയുടെ മുടക്കൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് രാവിലെ എല്ലാവരും എത്തുക. അപ്പോൾ ആരൊക്കെ ചായ കുടിക്കാൻ ഉണ്ടാവും ഇല്ല, 15 ആളിൽ ആരൊക്കെ ചായ കുടിക്കാൻ ഉണ്ടാവും ഇല്ല എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ദോശയാണെങ്കിൽ നമ്മൾ അവരെ വരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ കരുതി. അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കി കൊണ്ടുപോകണം, ചട്ടണിയും കൊണ്ടുപോകണം, സാമ്പാർ പിന്നെ അവിടെ അമ്മ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേഗം ദോശ ചോറിട്ടാട്ടോ ഫ്രണ്ട്സ്. ഇനി വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരല്ലേ. 7:30 ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതോ. ഇപ്പോൾ 7:05 7:10 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം എൻ്റെ യൂണിഫോം മാറ്റിയിട്ട് കിച്ചണിൽ കയറട്ടെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ദോശയും ചട്ടണിയും കൊണ്ട് മുരളിയേട്ടൻ പോണു കേട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബാലൻസ് ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചുട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിർത്തും, ഇതും കൂടെ ഇട്ടിട്ട് നിർത്താൻ പോവാ. ഇനിയിപ്പം മുരളിയേട്ട അവിടേക്ക് കൊണ്ടുപോയിണ്ടല്ലോ. ഇനിയിപ്പോൾ ആരൊക്കെയാണ് വരുന്നത് വന്നതെന്നനുസരിച്ചിട്ട് വിളിച്ച് പറയാം. സാധാരണ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ 15 ആളുകളുള്ള ദോശ അങ്ങോട്ട് ഇട്ടിട്ട് കൊണ്ടുപോവും, അങ്ങനെ ഒരുമിച്ചാണ് ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ അവരാരൊക്കെ ഉണ്ടാവും രാവിലേക്ക് ചായ കുടിക്കാൻ അറിയാത്ത കാരണം നമ്മളിപ്പോൾ കുറച്ചിട്ടിട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. എല്ലാം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ആ ദോശ കഴിയുന്നോട് കൂടിയിട്ട് ഇനി ആൾക്കാർ എത്തുന്നുണ്ടെങ്കിൽ മുരളിയേട്ടൻ വിളിച്ചു പറയുമോ. അപ്പം ഞാൻ വീണ്ടും ഇടും. എന്നിട്ട് ആൾ വന്നിട്ട് വീണ്ടും ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ.
തെങ്ങ് കയറാൻ വന്നിട്ട് നാളികേരം. ഇപ്പം നാളികേരത്തിന് നല്ല ചിലവല്ലേ. തെങ്ങിൻ്റെ മേലെയാണെങ്കിൽ തേങ്ങയില്ല. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങ റോട്ടിലേക്ക് വീണതൊക്കെ മുരളേട്ടൻ വേഗം പെറുക്കിയിട്ടിട്ടാണ് പോയുള്ളത്. അപ്പം ഞാൻ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങട്ടെ. ഞങ്ങളുടെ ഒരു തെങ്ങ് നാശമായി ഫ്രണ്ട്സ്. ഇനി അത് മുറിക്കണം എന്നാണ് പറഞ്ഞത്. തെങ്ങിൻ്റെ കൂമ്പൊക്കെ ആകെ ഇതാക്കി ഉണങ്ങി കരിഞ്ഞ് ആകെ നാശമായി കൊടുക്കുന്നു. ഞാൻ തെങ്ങിൻ്റെ മേലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നാളികേരം ഇങ്ങനെ വാടി വാടി വീഴുന്നുണ്ട്. അപ്പോഴും മേപ്പട്ടേക്ക് നോക്കിയില്ല. പിന്നെ തേങ്ങയ്ക്ക് എന്തോ കേടുണ്ട്. ഇപ്പോഴാണ് നോക്കണത്. അപ്പോഴാണ് തെങ്ങ് ഇനി അത് മുറിക്കുക നല്ലതെന്ന് പറഞ്ഞതാ ചേട്ടൻ. അപ്പോൾ ഇവിടെ ഉപ്പേരിക്കൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേവിച്ച് മുളകിടണം. പിന്നെ മീൻ ഇന്നലെ ഫ്രിഡ്ജിൽ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോകേണ്ട കാരണം എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് ഇന്നലെ തന്നെ ഒരുവിധമൊക്കെ ഒന്ന് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കറി വെക്കണം. ഫസ്റ്റ് പോയി മിറ്റടിച്ചേർട്ടെ. മിറ്റം ഭയങ്കര കോലത്തിലൊക്കെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട മിറ്റത്തിൻ്റെ അവസ്ഥ നോക്കിയേ. ചമ്മലേ ഇപ്പുറത്തും പ്ലാവല്ല മാവിൻ്റെ എല്ലിയാണ്. അപ്പുറത്തെ പറമ്പിലെ മാവിൻ്റെ എല്ലിയാണ് നമ്മുടെ മിറ്റത്ത് ഫുള്ള്. കണ്ട തേങ്ങ. ഞങ്ങളുടെ തെങ്ങ് കേടായി എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടാ. കണ്ട ഇത്ര ദിവസമായിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് മുറിക്കേണ്ടി വരുന്ന പറഞ്ഞത്. അത് മുറിച്ച് എനിക്കൊരു ഊണുമേശ പണിയാണ് കേട്ടോ. ഞാൻ മനസ്സിലിപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു. എനിക്ക് ഊണുമേശ ഇല്ല. ഊണുമേശ അപ്പോൾ ഒരെണ്ണം നല്ലത് പണിയിക്കണം. ഇതാ തേങ്ങയൊക്കെ പെറുക്കി ഇടണം കേട്ടോ. വഴിയിലൊക്കെ എടുക്കണത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വണ്ടിയുമ്പോൾ വരുമ്പോഴേ വീഴും. ഇനി ഞാൻ മിറ്റടിച്ചോരിയിട്ട് അടുത്ത പണിക്ക് പോട്ടെ കേട്ടാ. മിറ്റടിച്ചോരി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കും. എനിക്കിപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. ഒരു ചായ കുടിച്ചു. മുരളേട്ടൻ ഞാൻ വരുമ്പോഴേക്കും പാലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാലിട്ടല്ല, ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചായ ഇട്ടു കുടിച്ചു. ഞങ്ങൾ കുടിച്ചു. ആ ചേട്ടന് ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ഇനി മുറ്റത്തേക്ക് പോട്ടെ. അപ്പോൾ നമ്മുടെ ഉപ്പേരി മുളകിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉപ്പേരി കുറച്ച് ചമ്മന്തി, കഞ്ഞിക്കുള്ള ഉപ്പേരിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ മുരളേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അടുത്ത ട്രിപ്പ് ഇത് കൊടുത്തയക്കട്ടെ കേട്ടോ. ഇപ്പോൾ സമയം 8:45 കേട്ടോ. ഇനി ആരെങ്കിലും കഞ്ഞി വന്ന് ചോദിച്ചാൽ ഉപ്പേരിയും ചമ്മന്തി നമുക്ക് വേണ്ടേ. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് എത്തിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. മീൻകറി ഒരടപ്പത്തുണ്ട്. തിളച്ചു. തീയൊക്കെ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഈ അടപ്പത്ത് കുറച്ച് പൊന്നിരിയാണ് കേട്ടോ. പൊന്നി ഞാൻ പറഞ്ഞില്ലേ, ഒരു തെലുങ്കനും ഒരു തമിഴനും ഉണ്ട്. അപ്പോൾ തമിഴൻ പിന്നെ നമ്മുടെ ചോറ് കഴിക്കും. തമിഴൻ പിന്നെ നമ്മൾ കഴിക്കണ ആ വലിയ അരി തന്നെ കഴിക്കട്ടെ. പക്ഷെ തെലുങ്കൻ വന്നിട്ട് കുഞ്ഞരി പൊന്നരിയാണ്. ഇത് അതിനറങ്ങണില്ല തോന്നുന്നു. നമ്മുടെ അവിടുത്തെ വലിയ വറ്റ്. അപ്പോൾ ആൾക്ക് മാത്രം ഒരു ഗ്ലാസ് പൊന്നരി ഇട്ട് വെക്കൂട്ടോ. അപ്പോൾ അത് രണ്ടും അടപ്പത്തുണ്ട്. ഇനി കൂട്ടാനായി കഴിഞ്ഞാൽ ഉള്ളി കാച്ചുക. ഇന്ന് ദേവ് മുടക്കല്ല. ദേവ് അവിടെ എണീറ്റ് വന്നിട്ടുള്ളൂ. അവിടെ ഇരിപ്പാണ്. പല്ല് വെച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നേരെ 9:45. ഇനി മീനിൽ കുറച്ച് മസാല തേക്കാണ്ട് വറക്കള മീനിൽ കേട്ടോ. അതുകൊണ്ട് തേച്ച് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് പോകും. അങ്ങനെയാണ് കേട്ടാ. പൂച്ച കരയണതാ. പൂച്ചേ. അപ്പോൾ ഇനി പിന്നെ പാത്രങ്ങൾ കഴുകാണ്ട്. പാത്രങ്ങളാണ് ഒരുപാട് കഴുകാണത്. ഇന്ന് പിന്നെ ഇടയിലൊക്കെ കഴുകിയ കാരണം അധികം ഇല്ല. ചില സമയത്ത് പാത്രങ്ങളൊന്നും കഴുകാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഇട്ടിട്ട് വേഗം അങ്ങനെ പോകും. പിന്നെ തിരിച്ചു വന്നിട്ടൊക്കെ കഴുകുക. ഇന്നിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കാനുള്ളൊരു സമയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി ഇനി ദേവുട്ടിക്ക് 2 ദോശ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകണം, മീനിൽ മസാല തേക്കണം, അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാൻ റെഡി ആയിട്ടാണ്. ഇനി എൻ്റെ പാർലറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബായ്.